ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ പാലപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് നമുക്ക് 1 ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട്. ഈ അവൽ നല്ലതുപോലെ കഴുകി ഒരു 10-15 മിനിറ്റ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലേക്ക് ഞാൻ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് അവൽ ഞാൻ കുതിർത്ത് വെച്ചത് ഇടുന്നുണ്ട്. 1 തവി ചോറ്, ഒരു 3-4 സ്പൂണ് പഞ്ചസാര, ലേശം ഈസ്റ്റ്, പിന്നെ ഈ ബാറ്ററിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് ഞാൻ മിക്സിയിൽ നല്ലതുപോലെ അരച്ചുകൊണ്ട് വരുന്നുണ്ട്. അരച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാനിത് ഒഴിച്ച് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ടാണ് അരയ്ക്കുന്നത്. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ മാവ് എടുക്കുന്നത്. അടച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ പിറ്റേന്ന് രാവിലെ എടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു തവിയിട്ട് ഇളകി കൊടുത്തതിന് ശേഷം ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളകി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്തേക്ക് ഒരു നമ്മുടെ പാലപ്പച്ചട്ടി വയ്ക്കുക. പാലപ്പച്ചട്ടിയിലേക്ക് ഇതിനെ 1-1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കറക്കി അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പാലപ്പം റെഡിയായിട്ട് കിട്ടും. നല്ല സൈഡെല്ലാം നല്ല മൊരാന്നിരിക്കുന്ന നല്ല സൂപ്പർ പാലപ്പം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മാവ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ലേശം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് നമുക്ക് കിണ്ണത്തപ്പം ചുട്ടെടുക്കാം. അതിലേക്ക് 2 ഏലക്കായും പൊടിച്ച് നെയ്യിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. കുട്ടികൾക്ക് വൈകുന്നേരം വേണമെങ്കിൽ അത് സ്നാക്കായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തേങ്ങയില്ലെന്ന് വിചാരിച്ച് ആരും ഇനി പാലപ്പം ഉണ്ടാക്കാതൊന്നും ഇരിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.